നീ നേരത്തെ വന്നിരുന്ന അപ്പൊ നേരത്തെ വന്നൊന്ന് വിളിച്ചുവിടാ. അല്ല, ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ, ഉറങ്ങുകയാണെങ്കിലോ എന്ന് വിചാരിച്ചു. എന്തുറങ്ങണ്? നീ ഇങ്ങോട്ട് വന്നാ മതി വെച്ചിട്ടാ ഞാനിരിക്കും. നാട്ടുവർത്താനം എന്തെങ്കിലുമൊക്കെ പറയാലോ. ശരിയാ സുഹൃതാ, സത്യം പറഞ്ഞ കിണറ്റൻകാരനുള്ള ഈ ഒരു ഇരുപ്പാ ഏക ആശ്വാസം. നീ എപ്പോഴും ഈ ഒറ്റപ്പെടലിനെ കുറിച്ച് പറയുമ്പോ എനിക്കത് ശരിക്കും അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ ശരിക്കും മനസ്സിലായി. അവളങ്ങോട്ട് പോയപ്പോ അവളെന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴാ മനസ്സിലാവണം. എന്നും വിളിക്കാറില്ലടാ ഈ? വിളിക്കലുണ്ട്, പക്ഷേ ഈ വീട്ടിലിരിക്കാൻ പറ്റില്ലടാ. മറ്റത് അവള് വീട്ടിലുള്ളപ്പോ എന്തിനും ഏതിനൊന്ന് അവളെ ഞാൻ വിളിക്കും. എന്തെങ്കിലും ഒരു വാക്കാണുണ്ടാവും, കുറെ നേരം എന്തെങ്കിലും സംസാരിക്കും. ഇതിപ്പോ എന്തിനാ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ എന്നപ്പോ എനിക്ക് ചിന്ത. ഇനിയിപ്പോ എത്ര ദിവസം അവൾ അവിടെ നിൽക്കുക, എന്നപ്പ വരിക, ഒന്നും എനിക്കറിയില്ല. നിനക്ക് എപ്പോഴെപ്പോഴും വിളിക്കാനും ചെയ്യാ. എനിക്ക് വിളിക്കാനും പറ്റില്ലടോ. ഞാനിപ്പോ ഈ പകല് കിടന്ന് വിളിച്ച അവൾ അവിടെ രാത്രി നല്ല ഉറക്കാവും. ഇതൊന്നിപ്പോ നമ്മുടെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവർക്കൊക്കെ അവരുടെ കാര്യം. അല്ല, അവർക്ക് നമ്മുടെ പ്രായം വരുമ്പോ ഇതൊക്കെ ബോധ്യാവും കേട്ടോ. ഞാൻ ആലോചിക്കുകയാണേ, ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ജോലിക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി ഉള്ളോടത്തോളം സമയമൊക്കെ നമ്മുടെ പോയി. ഇനിയിപ്പോ ഒരു വിശ്രമ ജീവിതം ആവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ വീണ്ടും ഇതാ അടുത്ത കഥയായിട്ട് അവരുടെ വരവ്. നമ്മുടെ ജീവിതം എങ്ങനെ തീരുടോ? എന്തൊരു വീഡിയോളാ നമ്മളില്ലേ. ഐ, സത്യന്റെ വണ്ടിയാണല്ലോ. എവിടേക്കാ രണ്ടാളും കൂടി? ഞങ്ങളെ ഒരു ചെറിയ ടൂറ്. ഇനി അന്നേ ശീതളേട്ട ഇല്ലാത്തോണ്ട് നമ്മുടെ വയനാട് ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ ഇപ്പൊ പുതിയ ഒരെണ്ണം ആവാന്ന് വിചാരിച്ചു. എവിടേക്കാ? തഞ്ചാവൂര്, തമിഴ്നാട്. നല്ലതല്ല. സത്യ, നിങ്ങൾ എപ്പോഴും എങ്ങനെ ടൂർ പോകുമ്പോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാറില്ല. തുണ കിട്ടി, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. എന്റെ ഭാര്യനെ എന്റെ മകള് കൊണ്ടുപോയ പോലെ ഇവന്റെ ഭാര്യനെ ഇവന്റെ മകനും കൊണ്ടുപോയി. അപ്പൊ എന്തായി? മക്കളുള്ള ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കായി.